മനുഷ്യൻ എഴുതിയതല്ല, മനുഷ്യൻ പറഞ്ഞതും വിധിച്ചതുമല്ല നിന്റെ ജീവിതത്തിൽ നടക്കുന്നത്. ദൈവം എഴുതിയതും ദൈവം പറഞ്ഞതും എൻ്റെ ജീവിതത്തിൽ നടക്കും. എന്താ ദൈവം എഴുതിയത്? നിനക്കൊരു നല്ല ഭാവിയുണ്ടെന്നാണ് ദൈവം എഴുതിയത്. എന്താ ദൈവം പറഞ്ഞത്? നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നാണ് ദൈവം പറഞ്ഞത്. ദൈവം പറഞ്ഞതും എഴുതിയതുകൊണ്ട് പിന്നെ ദൈവം എന്നെക്കുറിച്ച് പറഞ്ഞതും എഴുതിയതൊക്കെ നടക്കണമെങ്കിലേ ഉഴപ്പിപ്പോകരുത്. ഒത്തിരി പേര് അവരുടെ ഭാവി ഉഴപ്പിക്കളഞ്ഞു, ശ്രദ്ധിക്കാതെ അത് കളഞ്ഞു. ആ സമയം പ്രാർത്ഥിക്കുകയോ ദൈവത്തിൽ ആശ്രയിക്കുകയോ ഒന്നും ചെയ്തില്ല. അതെല്ലാം മാഞ്ഞു തേഞ്ഞു പോയി. എന്നിട്ട് അവർ പരാതി പറയുന്നു, എനിക്ക് എവിടെ എത്താൻ പറ്റിയില്ല, എൻ്റെ കൂടെയുള്ളവരൊക്കെ എത്തിപ്പോയി, എനിക്കൊന്നും ആകാൻ കഴിഞ്ഞില്ല. നിന്നെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കുന്നതും എന്തെങ്കിലുമൊക്കെ ആകാൻ കഴിയണമെങ്കിലേ ഉഴപ്പരുത്. പിന്നെയോ ദൈവവിചാരത്തോടെ അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏതാ പ്രായം, എത്ര വയസ്സായി എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പറയുന്നൊരു കാര്യം, നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ ഏത് പ്രായത്തിലായിക്കോട്ടെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. അത് തകർന്ന് തരിപ്പണമായി പോകണമെന്നുള്ള പ്ലാനല്ല, ശുഭകരമായൊരു ഭാവി തരുന്ന പ്ലാൻ. അതാണ് ദൈവം എഴുതിയത്, അതാണ് ദൈവം പറഞ്ഞത്. ഒന്ന് പറയണം, ദൈവം പറഞ്ഞതും ദൈവം എഴുതിയതും എൻ്റെ ജീവിതത്തിൽ നടക്കും. ദൈവം പറഞ്ഞതും ദൈവം എഴുതിയത് ഒരിക്കലും നീ തകർന്നു പോകണമെന്നല്ല നിൻ്റെ തലയിൽ എഴുതിയത്. നീ എവിടെ എത്തിയാലും നല്ല നിൻ്റെ തലയിൽ എഴുതിയത്. നീ രക്ഷപ്പെടിയാലും നല്ല എഴുതിയത്. നിനക്കൊരു നല്ല ഭാവി ഉണ്ടെന്നാണ് നിൻ്റെ തലയിൽ എഴുതിയത്. നീ രക്ഷപ്പെടുമെന്നാണ് നിൻ്റെ തലയിൽ എഴുതിയത്. പിന്നെ നാട്ടുകാർ പറഞ്ഞതും ലോകക്കാർ പറഞ്ഞതും ശത്രുക്കൾ പറഞ്ഞതും അസൂയാലുക്കൾ പറഞ്ഞതും ദേഷ്യമുള്ളവർ പറഞ്ഞതും തലയിൽ എഴുതിക്കൊണ്ട് നടന്നാൽ, തല ചുമന്നുകൊണ്ട് നടന്നാൽ അത് നിന്നെ ഡൗൺ ആക്കും. മനുഷ്യൻ പറഞ്ഞതോ മനുഷ്യൻ എഴുതിയതോ അല്ല നിൻ്റെയോ നിൻ്റെ കുടുംബത്തിലോ ജീവിതത്തിൽ നടക്കുന്നത്. മനുഷ്യൻ എന്തൊക്കെ പറഞ്ഞു? നിനക്ക് ആയുസ്സില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ രക്ഷപ്പെടിയാലെന്ന് പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു നന്മയുണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ ദേഷ്യത്തോടെ ശപിച്ചിട്ടുണ്ട്. അതല്ല നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ദൈവം എഴുതിയതും ദൈവം പറഞ്ഞതും എൻ്റെ ജീവിതത്തിൽ നടക്കും. ഇനി ഒരു കാര്യമുണ്ട്, ദൈവം പറഞ്ഞതും ദൈവം എഴുതിയതും ഒക്കെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ അതിനുവേണ്ടി ശ്രദ്ധിക്കണം. ദൈവം നമ്മളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ടാകും, ഇന്ന പ്രായത്തിൽ നീ അനേകർക്ക്